ഒരു കാലത്ത് മിമിക്രിയിലൂടെ നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ച ടിനി ടോം കുറച്ച് സിനിമയിലൊക്കെ അഭിനയിച്ച് പൈസയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും തികച്ചും ഒരു അഹങ്കാരിയായിട്ട് മാറിയെന്നും ഒരു വിശുദ്ധ ഗുണ്ടയാണ് എന്നുമാണ് ആളുകൾ പറയുന്നത്. അതായത് സദാചാരം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പിറവിയെടുത്ത പുതിയ അവതാരം. ഈ അവതാരത്തിന് കൂട്ടായിട്ട് സിനിമാ മേഖലയിലെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ ചില തരുണീമണികളും അരയും തലയും മുറുക്കി രംഗത്തെത്തിയിട്ടുണ്ട്. അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി നമ്മൾ പറയാൻ പോകുന്ന പ്രിയങ്ക ചേച്ചി തന്നെയാണ്. അപ്പോൾ ടിനി ടോം അങ്ങനെയൊന്നും പറയില്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ശക്തിയുക്തമായിട്ട് വാദിക്കുവാൻ പുറത്തിറങ്ങിയ ആദ്യത്തെ വ്യക്തി പ്രിയങ്കയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ട്, അതിലേക്ക് വരാം. അപ്പോൾ ഇദ്ദേഹത്തെ ഒരു വിശുദ്ധ ഗുണ്ടയെന്ന് പറയാനുണ്ടായ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ദൃശ്യം എന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒപ്പം തന്നെ പ്രവർത്തിച്ച അൻസിബി എന്ന പെൺകുട്ടി മോഹൻലാലിൻ്റെ സെറ്റപ്പാണ് ഒന്ന്. ആദ്യത്തെ ആരോപണം കേട്ടോ, ആ വിവാഹിതയ പെങ്കൊച്ച്, അത് മനസ്സുപോലും അറിയാത്ത കാര്യമാണ്. രണ്ടാമത്തെ ടിനി ടോമിൻ്റെ ഡ്രൈവർ, അതുപോലെ തന്നെ ഏതോ ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ മാനേജറുടെ മകർ, ഇവരെയൊക്കെ മതം മാറ്റാനായിട്ട് ശ്രമിച്ച ഒരു ജിഹാദിയായ പെൺകുട്ടി. അവളുടെ ചിറ്റപ്പനുമായിട്ട് പോലും അവിഹിത ബന്ധമുണ്ട്. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ സദാചാര നിരതനാണ്, വിശുദ്ധനാണ്, സ്വന്തം മതത്തെ അല്ലെങ്കിൽ ജിഹാദികളിൽ നിന്ന് സിനിമ മേഖലയെ ഒന്നടങ്കം മോചിപ്പിക്കാൻ ഇറങ്ങിയ ധീര നവോത്ഥാന നായകനാണ്. അപ്പം ഇദ്ദേഹത്തെക്കുറിച്ച് നമ്മുടെ ശാന്തിവിള പറയുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തം ഒരു തരികിടയാണ്, ഗുണ്ടയായിട്ട് മാറിയേക്കുവാണെന്നാണ് പറയുന്നത്. കാരണം ഒരിക്കൽ സിനിമാ മേഖലയിലെ വലിയൊരു ചർച്ചയായിട്ട് മാറിയതാണ് അയാളുടെ മകനെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ കൊണ്ടുവരാത്തതിന് കാരണം തന്നെ ഇങ്ങനെ മറ്റു സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് പല നടന്മാരുടെയും പല്ല് വരെ ദ്രവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ മകനെ അങ്ങനെയൊന്നും അവൻ്റെ പല്ലൊന്നും ദ്രവിപ്പിക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. പക്ഷേ കുറച്ചു കാലം മുന്നേ ഈ പറയുന്ന മകനെ സമാനമായ കേസിൽ പിടിച്ചിട്ടുണ്ട്. അതിന് പുറമെ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ട ഒരു വീഡിയോ ഉണ്ട്, നമ്മുടെ ടിനി ടോമിൻ്റെ മകനെ ഒരു വ്യക്തി ആയിട്ട് തെരുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. സംഭവം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചെക്കന് ശാന്തിവിള പറയുന്ന കേട്ടോ, ഞാൻ പറയുന്നതല്ല, മദ്യപിച്ച് മധുവന്മത്തനായി അയൽവാസികളായ ഒരു വൃദ്ധ ദമ്പതികളെ കയറി തെറി വിളിച്ചു എന്നും അവരുടെ വിദേശത്തായ മകൻ വന്നുവെന്നും അതിനെ തുടർന്നുണ്ടായ പ്രശ്നമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇത് നാണക്കേടല്ലേ എന്ന് അങ്ങേര് വിളിച്ച് ചോദിച്ചപ്പോൾ അതിന് നമുക്ക് ഏതോ ഒരു ഡിവൈഎസ്പിയുടെ പേര് പറഞ്ഞ് അയാളെ കൊണ്ട് ഈ പരാതി കൊടുത്തവനെ നമുക്ക് അകത്തിട്ട് പണി തീർക്കാൻ, അല്ലെങ്കിൽ നല്ലൊരു പണി കൊടുക്കാൻ വളിയ എന്ന തരത്തിൽ, പണി തീർക്കാൻ നല്ല കേട്ടോ പറഞ്ഞു, അങ്ങനെ പറഞ്ഞില്ല, ചെറിയൊരു പണി കൊടുക്കാം, അവനെ നമുക്ക് മര്യാദ പഠിപ്പിക്കാം എന്ന തരത്തിലുള്ള സമീപനമാണ് പറഞ്ഞതെന്ന് പറഞ്ഞേ. അപ്പോൾ എന്തായാലും ഇനി ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇയാളുടെ എല്ലാ തെറ്റും ഇല്ലെങ്കിൽ ഇതിനൊക്കെ കൂടെ പിടിക്കുന്നത് നമുക്കറിയാം. നീനാക്കുറുപ്പ് എന്നുള്ള നടീനെ കയ്യേറ്റം ചെയ്തു, കേട്ടറയ്ക്കുന്ന ഭാഷയിൽ കായും പൂയും മായും ഒക്കെ വിളിച്ചെന്നാണ് പറയുന്നത്. അല്ലെ മായ എന്ന് പറഞ്ഞാൽ മാന്യ മഹിളാ വണ്യത്തെ എന്നായിരിക്കും വിളിച്ചത് കേട്ടോ. അങ്ങനെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞാൻ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞെന്നൊന്നും പറയില്ലേ. എന്തായാലും കേട്ടാൽ അറപ്പാകുന്ന തരത്തിൽ, വ്യക്തിത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ, അവരുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി എന്തൊക്കെയോ മോശപ്പെട്ട കാര്യങ്ങൾ ടിനി ടോം വിളിച്ചുവെന്നും അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോൾ കൈ ചുരുട്ടി ഇടിക്കാൻ ചെന്നെന്നും ആൾക്കാർ പിടിച്ചു മാറ്റുന്ന ഇതിന് ഒത്തിരി പേര് സാക്ഷികളുണ്ട് തന്നെ. അപ്പോൾ ഇയാളെന്താ ഭയങ്കര റൗഡിയാണോ, അതോ രണ്ടെണ്ണം മോനെ പോലെ അടിച്ചിട്ടുണ്ടോ? എന്താണ് ടിനി ചേട്ടാ സംഭവം? അന്നെങ്കിൽ ടിനിയെ കുറിച്ചും ബാക്കിയുള്ളവരെ കുറിച്ചും അമ്മയുടെ നേതൃത്വത്തിലിരിക്കുന്ന പല ആളുകൾക്കും ഒരു ഉത്തരവാദിത്തക്കുറവുണ്ടെന്നാണ് പ്രശസ്ത നടനായ ജോയ് മാത്യു പറയുന്നത്. അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഈ മിമിക്രി കലാകാരന്മാർക്ക് പല കാര്യങ്ങളുടെ വ്യക്തമായ ധാരണയില്ല. ഇവർ ഇങ്ങനെ എല്ലാം തമാശയായിട്ട് പറയും, എല്ലായിടത്തും കയറി അങ്ങ് ഇടപെടുമെന്ന്. അങ്ങനെയൊന്നുമല്ല. ടിനി ടോമിന് വേണ്ടിയിട്ട് ഇപ്പോൾ നീനാക്കുറുപ്പിനെ തല്ലാൻ തുടങ്ങി, അൻസിബെ എന്ന പെൺകുട്ടിയുടെ മേലെ അവിഹിത ആരോപണങ്ങൾ നടത്തി. ഇവിടെയൊന്നും തീർന്നില്ല. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പല കാര്യത്തിനും സപ്പോർട്ടായിട്ട് വരുന്ന മറ്റു ചില മഹിളാമണികളുണ്ട്. അവരിൽ മറ്റൊരു പ്രധാനിയാണ് അൻസിബയ്ക്കെതിരായിട്ട് വകതോരാതെ നിരന്തരം സംസാരിക്കുന്ന അഭിനവ കുലസ്ത്രീയായ ലക്ഷ്മി ചേച്ചി. ലക്ഷ്മിയുടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവരും അൻസിബയെ പോലെ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച സ്ത്രീയാണ്. അവർ മതം മാറി വേറെ ഒരു ഹൈന്ദവനെ വിവാഹം കഴിച്ചു. അതിനുശേഷം അൻസിബയ്ക്ക് മോഹൻലാൽ, അതെ അയാൾ ലക്ഷ്മി പ്രിയ വിവാഹം കഴിച്ച് ഒരു ഹൈന്ദവ യുവാവിൻ്റെ കൂട്ടത്തിൽ താമസിക്കുന്നു. അതേപോലെ മുസ്ലിം വനിതയായ അൻസിബയ്ക്ക് മോഹൻലാലിനുമൊത്ത് പ്രണയമാണ് അല്ലെങ്കിൽ മറ്റു ബന്ധമാണെന്നൊക്കെ പുള്ളിക്കാർ പറയുന്നു. അന്നേരം പ്രശ്നമായിപ്പോയി. എന്തേലും ആവട്ടെ,
ഇവരെക്കുറിച്ച് മോശപ്പെട്ട വാർത്തകളൊക്കെ തരവര അവിടെ ഇവിടെയൊക്കെ പറഞ്ഞതിൻ്റെ വിഷമത്തിൽ അൻസിബയുടെ കയ്യിൽ കിട്ടിയ ചെറിയൊരു തെളിവ് ഏതോ ഒരു പുരുഷൻ്റെ ഒപ്പം എവിടെയോ നിൽക്കുന്ന ഒരു ഫോട്ടോ ഇവർക്ക് അയച്ചു കൊടുത്തു. പ്രശ്നം അവിടെ കൊണ്ട് തീരണ്ടേ? മൊത്തം അടിച്ചു പിടിച്ചു. പിന്നെ പോലീസ് കേസായി. ഇങ്ങനെയൊക്കെ പോകുമ്പോഴും നമ്മുടെ ശ്വേത ചേച്ചിയുണ്ട്. ശ്വേതയുടെ കുറ്റമൊന്നും പറയാൻ പറ്റില്ല. പുള്ളി അമ്മയുടെ നടക്കുന്ന പല കാര്യങ്ങളും അറിയാറില്ല എന്നുള്ളതാണ് പറയുന്നത്. കുക്ക് പരമേശ്വരൻ ഇങ്ങനെ കുറേ സ്ത്രീകളൊക്കെ കൂടി ചേർന്ന് ഈ സംഘടനയെ കുളവാക്കി എന്നുള്ളതല്ല, പ്രസിഡൻ്റായ ശ്വേതയ്ക്ക് പോലും പല കാര്യങ്ങളും അവിടെ അറിയാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ അതിനെ എങ്ങനെ മാന്യമായ രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു ഊഹാപോഹം ഒന്നും കിട്ടാതെ ഈ പുരുഷ കേസരികൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പുരുഷന്മാരുടെ ആ നിലപാടിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ അമ്മയുടെ പ്രസിഡൻ്റായ പാവം ശ്വേത ചെയ്തത്. എന്തായാലും മൊത്തം നീതി കിട്ടാത്തതുകൊണ്ട് താനിത് പുറത്തോട്ടിറങ്ങി പറയുകയാണ് എന്ന് പറഞ്ഞ് ഇത് മൊത്തം പ്രശ്നമായിട്ടുണ്ട്. എന്തായാലും ടിനി ടോമിന് കട്ട സപ്പോർട്ടായിട്ട് ഇടത്തും വലത്തും ഒക്കെ മഹിളാമണികൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെ നിറഞ്ഞു നിൽക്കുക. അതോടുകൂടി പിന്നെ ധൈര്യം ആവേശമൊക്കെ വർദ്ധിക്കില്ല. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള ഈ ടിനി ടോമൊക്കെ ഇങ്ങനെ കൈ ഉയർത്തിയൊക്കെ പിടിച്ച് തല്ലാനും പെറുക്കാനും വന്നപ്പോൾ ഇതാരും വീഡിയോ ചിത്രീകരിച്ചില്ലേ? ഇല്ലെങ്കിൽ സ്ത്രീകൾക്ക് കരോട്ടയൊക്കെ പഠിക്കേണ്ട സിനിമാ നടിമാരാന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമുണ്ടോ? കാലുയർത്തി മർമ്മസ്ഥാനത്ത് ക്ഷുമെന്നൊന്ന് കൊടുത്താൽ തീരാനല്ലേ ഉള്ളൂ ഈ പുരുഷന്മാർ. ഏത് പുരുഷ കേസരിയാണെങ്കിൽ എന്താ, മർമ്മസ്ഥാനത്ത് ചെറുതായിട്ടൊരു തട്ട് കിട്ടിയാൽ ഏത് കൊണ്ടേ മലനടിച്ച് വീഴും. ഇതൊക്കെ ഇവർ ഈ സിനിമാ നടിമാരൊക്കെ എത്രയോ സിനിമയിൽ അഭിനയിക്കുന്നത്, ഇവരെ കൊണ്ട് അതൊന്നും പ്രയോഗിക്കാൻ പറ്റിയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നീനക്കുറിപ്പൊക്കെ അത്യാവശ്യം നല്ല തൻ്റെടിയായ ബോൾഡായിട്ടുള്ള സ്ത്രീയാണ്. എൻ്റെ പൊന്നും നീന ചേച്ചി ഇങ്ങനെ കരഞ്ഞു വിളിച്ച് നടക്കുമെന്നല്ലായിരുന്നു ചെയ്യേണ്ടേ. ഇവൻ നിങ്ങളുടെ നെഞ്ചത്ത് കയറി പൊങ്കാല ഇട്ടാൽ കാല് മടക്കി ആ ത്രികോണ സ്ഥാനത്ത് ടപ്പെന്നൊന്ന് കൊടുത്തായിരുന്നെങ്കിൽ ആ പ്രശ്നം തീർന്നേനെ. ഇപ്പം കരഞ്ഞു വിളിച്ചിട്ട് ഇനി നിങ്ങളുടെ പുറകെ നടന്നേനെ. ഇതാണ് പ്രശ്നം. പെണ്ണുങ്ങൾക്ക് പറ്റുന്ന ഒരു കുഴപ്പമാണ്. അപ്പം എന്തായാലും ഞാൻ തമാശയൊക്കെ പറഞ്ഞാലും പ്രശ്നങ്ങൾ വരുമ്പോൾ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ആണുങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊല സ്ത്രീകൾ എപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കും. ഇത് ഈ സിനിമാ മേഖലയിൽ മാത്രമല്ല എല്ലായിടത്തും ഉള്ള പ്രശ്നമാണ്. എന്തായാലും അതിനകത്തുള്ള അംഗങ്ങൾ തമ്മിൽ പൊരിഞ്ഞ അടിയാണെന്ന് മാത്രമല്ല, ഈ സംഘടന തന്നെ പിരിച്ചുവിടേണ്ട സമയം കഴിഞ്ഞു എന്നാണ് പുറത്തേക്ക് വരുന്ന വാർത്ത. അപ്പോൾ ഇതൊക്കെ പോട്ടെ, ഈ മോഹൻലാലിനെയും അൻസിബേനെയൊക്കെ ചേർത്ത് ഭയങ്കരമായിട്ട് അവിഹിത ആരോപണങ്ങൾ പുറത്തു വന്നെങ്കിൽ ടിനി ടോമിന് വേണ്ടിയിട്ട് ശക്തിയുദ്ധം വേദിക്കുന്ന ഈ മഹിളാമണികളെ ചേർത്ത് മറ്റുള്ളവർ അല്ലെങ്കിൽ പൊതുജനം എന്താണ് ചിന്തിക്കേണ്ടത്? അതാണ് ഇപ്പോഴത്തെ ചോദ്യം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ കുക്ക് പരമേശ്വരൻ ഉൾപ്പെടെയുള്ള പല മഹിളകളെക്കുറിച്ചും ഓരോരോ വാർത്തകളാണ് ദിവസവും പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഓഫീസിലുള്ള ഏതോ ഒരു ഉണ്ണി അയാൾ കാണിക്കുന്ന എല്ലാ ആ തെണ്ടിത്തരത്തിനും പുള്ളിക്കാരി കുക്കു സപ്പോർട്ട് മൗന അനുവാദം കൊടുത്തേക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഓഫീസിലൊരു ജീവനക്കാരി വന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തോടെ അമ്മയിൽ ഇല്ലെങ്കിൽ എന്ന സംഘടനയിൽ ഒരു കുഞ്ഞു പൂവൻകോഴിയും ഈ പൂവൻകോഴിക്ക് ചുറ്റും ഈ പൂവൻകോഴിയെ സംരക്ഷിക്കുന്ന കുറച്ച് പിടക്കോഴികളുമാണോ ഇപ്പോൾ ഉള്ളതെന്ന് നമുക്ക് തോന്നിപ്പോകട്ടോ. ഇനി ഇതിൻ്റെ പേര് പറഞ്ഞ് ആരും വന്നേക്കില്ല. അമ്മ എന്ന സംഘടന എന്താണ് കോഴിപ്പൂവിൻ്റെ സംഘടന, അല്ലെങ്കിൽ ഒരു കോഴിപ്പൂവിനുണ്ട്, കുറച്ച് പിടക്കോഴികൾ കൂടുതലുണ്ടെന്നൊക്കെ പറഞ്ഞെന്ന് ആരും വന്നേക്കില്ല. ഇതൊക്കെ തമാശയായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ, അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഗൗരവമായിട്ട് ചിന്തിക്കണം. അത്രമാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ടിനി ടോമിനെ അപകീർത്തിപ്പെടുത്താനൊന്നുമല്ല. അതായത് സിനിമാ മേഖലയിലെ കള്ളക്കളികളെക്കുറിച്ചും ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മളെക്കാൾ കൂടുതലായിട്ട് ന്യൂസ് ഇതിനകത്ത് തന്നെയുള്ള ആളുകൾ പുറത്തോട്ട് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ മേത്തച്ചി എന്നുള്ള ഒരു പ്രയോഗം, അതിനെക്കുറിച്ച് അൻസിബ എന്നുള്ള പെൺകുട്ടി ഇലക്ഷന് നിന്ന സമയത്ത് ആ മേത്തച്ചിയങ്ങളുടെ പേരങ്ങ് വെട്ടിക്കള, അവൾ മോഹൻലാലിന് ഡാഷ് കേട്ടറക്കുന്ന സാധനമാണ് പറഞ്ഞതെന്ന് ആലപ്പി അഷ്റഫ് അദ്ദേഹത്തിൻ്റെ ചാനലിൽ പറയുന്നുണ്ട്. എൻ്റെ ദൈവമേ, വന്ന് ഈ 2-3 സ്ത്രീകൾ കാരണം ലക്ഷ്മിപ്രിയയായി അൻസിബയായി എങ്ങനെയാണേലും കുറച്ച് ആളുകൾ കാരണം ബാക്കിയുള്ളവരുടെ പേരൂടെ പോകുന്ന ലക്ഷണമാണ്. എന്തായാലും ശ്വേത ചേച്ചി ഈ കുരിശ് എന്നിൽ നിന്ന് ഒഴിവാക്കി തരണേ തമ്പുരാനെ, ഞാൻ എപ്പോൾ വേണേലും ഇത് രാജിവെച്ചേക്കാന്നുള്ള നിലപാടല്ലേ. ലക്ഷ്മി അമ്മച്ചിക്ക് ഏതാണേലും യോഗമുണ്ടെങ്കിൽ കേസുമായിട്ട് അൻസിബ മുന്നോട്ട് പോയാൽ പണിയാകും. 1 കോടി രൂപയെ ചോദിച്ചേക്കുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പുള്ളിക്കാരുടെ കൊടുക്കാനുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. ചിലപ്പോൾ കാണും, അല്ലെങ്കിൽ പുള്ളിക്കാരുടെ കെട്ടിയോൻ്റെ കാണും. ലക്ഷ്മിപ്രിയയ്ക്ക് അൻസിബ കൊടുത്ത ഫോട്ടോ കണ്ടോടുകൂടി ലക്ഷ്മിപ്രിയയുടെ കെട്ടിയോന് വീട്ടിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയെന്നോ
എന്താണ് ഡൊമസ്റ്റിക് വയലൻസിൻ്റെ ഗാർഹിക പീഡനത്തിൻ്റെ വകുപ്പിൽപ്പെടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒന്നെങ്കിൽ 2 തെറി വിളിച്ച് കാണും, അല്ലെങ്കിൽ അൻസിബിയെക്കുറിച്ച് ഇവർ പറഞ്ഞ ഭാഷകളൊക്കെ ഉപയോഗിച്ച് കാണും, അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞു കാണും. ഇല്ലെങ്കിൽ നമുക്കറിയാമല്ലോ സാധാരണ വീട്ടിൽ വരുമ്പോൾ എടീ ഡിഷ് മോളെ തെണ്ടിച്ച് ചതിച്ച് ദുഷ്ടത്തി വഞ്ചിക്ക് ചതിച്ച് നീ എന്നെ ചതിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ ചോദിച്ചു കാണും. അല്ലെങ്കിൽ ചിലപ്പം പിടിച്ചിട്ടോ ടിഷൊന്നൊന്ന് കൊടുത്ത് കാണും, അല്ലെങ്കിൽ മുടിക്കുത്തിന് പിടിച്ച് കാണും. ഇതെന്താണ് ഡൊമസ്റ്റിക് വയലൻസിൽ ഏതാണ്ടൊക്കെ ചെയ്തെന്ന് പുള്ളിക്കാർ പറയുന്നതാണ്. അതിനെക്കുറിച്ചൊന്നും തെളിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഞാനങ്ങ് ഊഹിച്ചതാണ് ഇങ്ങനെയൊക്കെ ആയിരിക്കും. സാധാരണ സിനിമയിലൊക്കെ കാണുന്ന പോലെ കുടുംബജീവിതത്തിൽ ഇങ്ങനെയൊക്കെയാണല്ലോ സംഭവിക്കാൻ സാധ്യതയുള്ളത്. ലക്ഷ്മിപ്രിയ ആയതുകൊണ്ട്, ഒരു കുലസ്ത്രീ ആയതുകൊണ്ട് ഭർത്താവ് കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. എടി ചതിച്ചി, ചാണകമേ, മുത്തെ, പഞ്ചാര എന്നൊക്കെ വിളിച്ചോന്നും നമുക്കറിയത്തില്ല. എന്തേലും ആട്ടെ, നീ എന്നാലും എന്നോടിച്ചതി വേണ്ടായിരുന്നു എൻ്റെ മോളെ എന്ന് ചിലപ്പം ഗദ്ഗത കണ്ഠനായിട്ട് അവരുടെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വന്ന് എന്തായാലും ടിനിട്ടോ പറഞ്ഞ ജിഹാദി എന്നുള്ള പ്രയോഗം തെറ്റാണ്, മതപരിവർത്തനത്തിന് ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ആ പെൺകുട്ടിയായിരുന്നു അവിടെ ശരി, അവൾ ശരിക്ക് വേണ്ടിയിട്ട് വാദിച്ചു. അപ്പോൾ ആ പെൺകുട്ടി ഒരു അധികാര സ്ഥാനത്തെത്തിയത്, അല്ലെങ്കിൽ മോഹൻലാൽ അവരോടൊക്കെ കാണിക്കുന്ന സ്നേഹമോ കരുതലോ ഒക്കെയുള്ള അതിലൊക്കെയുള്ള ഒരു അസൂയായിരിക്കാം. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആ പാവം പെങ്കൊച്ചിൻ്റെ നെഞ്ചത്ത് തീർത്തതെന്ന് മനസ്സിലാക്കിയാൽ മതി. വളരെ ദരിദ്രമായ ഒരു സാഹചര്യത്തിൽ നിന്ന് വരുന്ന നല്ലൊരു കൊച്ചാണ്, വ്യക്തമായ അഭിപ്രായ നിലപാടൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വളരെ മോശം, അതിൻ്റെ ജീവിതം നശിപ്പിക്കാന്നല്ലേ ഉദ്ദേശിച്ചുള്ളൂ. എന്തായാലും കൊള്ളാം. ടിനി ടോം എന്നുള്ള വിശുദ്ധ ഗുണ്ടയ്ക്ക് വേണ്ടിയിട്ട് ഇടവും വലവും മുന്നും പുറകുമായിട്ട് ഉണ്ണിയാർച്ചകൾ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു സംഘടനയിലൂടെ, ആ സംഘടനയ്ക്കുള്ളിലുള്ള അതികഠിനമായ സംഘർഷങ്ങൾ വാള് പരിചയൊക്കെ എടുത്തിട്ടുള്ള യുദ്ധങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ദിവസം ഇതിനകത്ത് ഏത് യുദ്ധം നടക്കും, ആര് വിജയിക്കും, ആരംഗത്തട്ടിൽ വീണു മരിക്കും, ഇതൊന്നും നമുക്കറിയത്തില്ല. എന്നാലും നമുക്കിത് കണ്ടുകൊണ്ടേയിരിക്കാം. ഞാനൊരു രത്നച്ചുരുക്കം അല്പം തമാശ കലർത്തി പറഞ്ഞതേ ഉള്ളൂ. ഈ സ്ത്രീകൾക്ക് നേരെ കൈ ഉയർത്തുന്നത് മഹാ തീണ്ടിത്തരം. അതൊരു പുരുഷന്, ആണത്തമുള്ള പുരുഷന് പറഞ്ഞിട്ടുള്ള കാര്യം അല്ല, ഒന്നാമത്തെ കാര്യം. 2, ഒരു സ്ത്രീയെ തളർത്താൻ വേണ്ടിയിട്ട് അവൾ പിഴയാണെന്ന് പറയുന്നത് അതിലും വലിയ തെണ്ടിത്തരമാണ്. പിന്നെ ഈ ജിഹാദി ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ മറ്റൊരാളെ തളർത്താനോ ഒറ്റപ്പെടുത്താനോ ഒക്കെ വേണ്ടിയിട്ട് എന്തിനാണ് വെറുതെയുള്ള ചന്തകളെക്കാളും വഴിയെ പോകണമെന്ന സാധാരണക്കാരായ വിദ്യാഭ്യാസമില്ലാത്ത നിലവാരമില്ലാത്ത ആളുകളെക്കാൾ നിലവാരക്കുറവാണല്ലോ ഇതിനകത്തുള്ള ഈ ആളുകളിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വരുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. കാര്യം എന്ത് തന്നെയാണെങ്കിലും പുതിയ വിഷയമൊക്കെ ഇപ്പോൾ പറന്ന് നമുക്ക് വരും. അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.